യഥോ ധർമ്മ തഥോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് പ്രധാനമായും ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ എന്നിവരുടെ ജനനത്തിനുണ്ടായ സാഹചര്യങ്ങളും അവരുടെ ജനനവുമാണ്. അതിനോടൊപ്പം വിതുരരായി സാക്ഷാൽ യമധർമ്മദേവൻ്റെ അംശമാണ് വിതുരനായി അവതരിച്ചതെന്നും യമധർമ്മദേവൻ വിതുരരായി അവതരിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തി. എന്തായാലും ഹസ്തിനപുരി മഹാരാജ്യത്തിന് പുനരവകാശികളില്ലാതെ ആയതിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്ന സത്യവതിക്കും ഭീഷ്മർക്കും മാത്രമല്ല, ഹസ്തിനപുരി മഹാരാജ്യത്തിലെ എല്ലാ പ്രജകൾക്കും അതീവ സന്തുഷ്ടമാകുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. സന്തതി പരമ്പരകൾ ഇല്ലാതെ രാഷ്ട്രത്തിൻ്റെ ഭാവി നശിച്ചു പോകും എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് അതിശ്രേയസ്കരമായ 3 ഉണ്ണികൾ ലഭിക്കുകയും ആ ഉണ്ണികളെ വളരെ മനോഹരമായ രീതിയിൽ രാജകുമാരന്മാർക്ക് യോജ്യമായ രീതിയിൽ തന്നെ ഭീഷ്മരുടെ നേതൃത്വത്തിൽ വളർത്തിയെടുക്കുകയും അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങൾ ചെയ്യിക്കുകയും ചെയ്തു. അന്നത്തെ രാജഭരണ സാഹചര്യത്തിലെ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും പ്രധാനമായി ധർമ്മമീമാംസയും രാഷ്ട്രമീമാംസയും വേദശാസ്ത്ര ഉപനിഷത്തുകളെക്കുറിച്ചുള്ള പാണ്ഡിത്യവും പുരാണങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം രാജകുമാരന്മാർക്ക് ഏറ്റവും ശ്രേയസ്കരമായ കുതിരസവാരിയും കുതിരപ്പന്തയവും ആനസവാരിയും അസ്ത്രാഭ്യാസങ്ങളും ഒക്കെ അതിശ്രേയസ്കരമായ രീതിയിൽ 3 പേരെയും പഠിപ്പിച്ചു. എന്നാൽ ഏറ്റവും ബലവാനായ ധൃതരാഷ്ട്രൻ കണ്ണുകൾ കാണാത്തവനായിരുന്നതിനാൽ ദ്വന്ദ്വയുദ്ധത്തിൽ മാത്രം പ്രാവീണ്യം നേടുകയും പാണ്ഡു 3 പേരിലും പ്രഗത്ഭനായ അസ്ത്ര അഭ്യാസിയായി തീരുകയും, എന്നാൽ രാഷ്ട്രമീമാംസയിലും ധർമ്മ ശ്രേഷ്ഠതയിലും പുരാണ ഇതിഹാസ പഠനത്തിലുമൊക്കെ അതിശ്രേഷ്ഠനായി തീർന്നു വിതുരർ. അങ്ങനെ 3 പേരും 3 ശാഖകളിലാണെങ്കിലും ശ്രേഷ്ഠകരമായ രീതിയിൽ വളരെ മുന്നോട്ട് വരികയും അവർ യൗവനയുദ്ധരാവുകയും ചെയ്തു. 3 പേരും യൗവനയുദ്ധരായി കഴിഞ്ഞപ്പോൾ അന്ന് രാഷ്ട്രപരമ്പരകളിൽ നിലനിന്നിരുന്ന മൂത്തവൻ രാജാവാകണം എന്ന വ്യവസ്ഥ അവിടെ പാലിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ധൃതരാഷ്ട്രർ അന്ധനായിരുന്നത് കൊണ്ട് രണ്ടാമനായ പാണ്ഡുവിനെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം പാണ്ഡുവിൻ്റെ നേതൃത്വത്തിൽ ഹസ്തിനപുരി വളരെ ശ്രേഷ്ഠകരമായി ഭരണം നടത്തി മുന്നോട്ട് പോകവേ യുവാക്കളായ ഇവരെ വേളി കഴിപ്പിക്കണം എന്ന ആഗ്രഹം ഭീഷ്മർക്ക് തോന്നുകയും അത് പ്രകാരം മൂത്തവനായ ധൃതരാഷ്ട്രർക്ക് തന്നെ ആദ്യം വേളി കഴിപ്പിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി ധൃതരാഷ്ട്രക്ക് വേണ്ടുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി ഭാരത രാജ്യത്തിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇങ്ങനെ അന്വേഷിക്കുകയും ആ സമയത്ത് ഗാന്ധാര രാജ്യത്ത് സുബലൻ എന്ന രാജാവിന് ഗാന്ധാരി എന്ന ഒരു കന്യക പുത്രിയായി ഉണ്ടെന്നും അവൾ വളരെ സുന്ദരിയും സുശീലയും പാതിവൃത്യത്തിൽ വളരെ തൽപരയുമായവളാണ് എന്ന് അറിയാനിടയാവുകയും അതുപ്രകാരം സുബേലനോട് ഹസ്തിനപുരി രാജ്യത്തിൻ്റെ പ്രതിനിധികളെ അയച്ച് ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാരിയെ വിവാഹം ആലോചിച്ചു ഭീഷ്മർ. ആദ്യം ഇത് കേട്ടുകഴിഞ്ഞ സുബേലൻ അന്ധനായ
ഒരു രാജകുമാരന് തൻ്റെ പുത്രിയെ വേലി കഴിച്ചു കൊടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് ആദ്യം അറിയിക്കുകയും എന്നാൽ അന്ന് ഭാരതദേശത്തുണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രഗത്ഭവും ശ്രേഷ്ഠവുമായ രാജ്യമായ ഹസ്തിനപുരിയുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നത് ശ്രേയസ്കരമാണ് എന്ന് തോന്നിയ സുബേലൻ മാത്രവുമല്ല, അന്നത്തെ ഭാരതദേശത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാജപരമ്പരയായ കുരുവംശ പരമ്പര ഉരുത്തിരിഞ്ഞ കുരുവംശ പരമ്പരയിൽ വിവാഹബന്ധത്തിലൂടെയാണെങ്കിലും തനിക്ക് ബന്ധമുണ്ടാകുന്നത് ശ്രേയസ്കരമാണ് എന്ന് ഉറച്ച് സുബേലൻ തൻ്റെ പുത്രിയെ ധൃതരാഷ്ട്രർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും അത് പ്രകാരം ഹസ്തിനപുരിയെ അറിയിച്ച് ഭീഷ്മരുടെ നേതൃത്വത്തിൽ ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ വിവാഹം നടത്തുകയും ചെയ്തു. സുബേലന് ഗാന്ധാരിയെ കൂടാതെ ഒരു പുത്രൻ കൂടെ ഉണ്ടായിരുന്നു. ഗാന്ധാരി തൻ്റെ ഭർത്താവ് ആവാൻ പോകുന്ന പുരുഷൻ അന്ധനാണ് എന്നറിഞ്ഞതുകൊണ്ട് ആ പുരുഷൻ കാണാൻ കഴിയാത്ത, അതായത് എൻ്റെ ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും ഈ ഭൂമുഖത്ത് എനിക്കും കാണേണ്ടതില്ല എന്ന് നനച്ചുകൊണ്ട് ഈ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു തുണിയെടുത്ത് കണ്ണുകൾ മൂടിക്കെട്ടി സ്വയം അന്ധത്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്തു തന്നെ ആയാലും ഗാന്ധാരിയെ സുബേലനും സുബേലൻ്റെ പുത്രനായ ശകുനിയുമായി ധൃതരാഷ്ട്രക്ക് വേലി കഴിച്ചു കൊടുക്കുകയും ധൃതരാഷ്ട്രരും ഭീഷ്മർ തുടങ്ങിയ ശ്രേഷ്ഠന്മാരും ചേർന്ന് ഗാന്ധാരിയെ ഗാന്ധാരദേശത്തു നിന്നും ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഭീഷ്മർ രണ്ടാമനായ പാണ്ഡുവിന് വിവാഹം നടത്തണം എന്ന് തീരുമാനിക്കുകയും പാണ്ഡുവാണ് ഹസ്തിനപുരിയുടെ ഇപ്പോഴത്തെ രാജാവും. അതനുസരിച്ച് ഭാരതദേശത്തെ പല രാജ്യങ്ങളിലും ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സൂരസേനൻ എന്ന യാദവ രാജാവിന് വസുദേവൻ എന്ന ഒരു പുത്രനും പൃഥ എന്ന ഒരു പുത്രിയും ഉണ്ടാവുകയും സൂരസേനൻ്റെ സഹോദരിയുടെ പുത്രനായിരുന്നു കുന്തിഭോജൻ. സൂരസേനനും വളരെ മുമ്പ് തന്നെ വിവാഹിതനായ കുന്തിഭോജൻ, സൂരസേനനേക്കാൾ മൂത്തവനും ആയ കുന്തിഭോജൻ വിവാഹം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതിരിക്കുകയും ഈ സമയത്ത് സൂരസേനൻ കുന്തിഭോജന് ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു. താൻ വിവാഹം കഴിഞ്ഞ് തനിക്കുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി ആണായാലും പെണ്ണായാലും അത് നിനക്ക് ദാനമായി നൽകിക്കൊള്ളാം എന്ന് കുന്തിഭോജൻ ഉറപ്പ് കൊടുത്തിരുന്നു. ഇപ്രകാരം സൂരസേനൻ വിവാഹം കഴിച്ച് ആദ്യം ജനിച്ചത് പൃഥ എന്ന ബാലിക പെൺകുഞ്ഞായിരുന്നു. ഈ കുഞ്ഞിനെ മുൻ വ്യവസ്ഥ പ്രകാരം കുന്തിഭോജന് നൽകുകയും കുന്തിഭോജൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് പൃഥയെ കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ പുത്രിയായി കുന്തി എന്ന നാമകരണം ചെയ്ത് വളർത്തുകയും ചെയ്തു. അങ്ങനെ കുന്തിഭോജൻ്റെ പുത്രിയായി വളർന്നു വന്ന കുന്തിദേവി ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലെത്തുന്ന ശ്രേഷ്ഠരായ ബ്രാഹ്മണരെയും ഋഷിവര്യന്മാരെയും സ്വീകരിക്കുകയും ആദരിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി കുന്തിദേവിയെ ഏൽപ്പിക്കുകയും ആ പ്രവൃത്തി വളരെ മനോഹരമായ രീതിയിൽ നിർവഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്ന കുന്തി ഒരു ദിവസം അക്കാലത്ത് ഭാരതദേശത്ത് എന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഋഷിവര്യനായ ദുർവാസാവ് കുന്തിഭോജൻ്റെ കൊട്ടാരത്തിലെത്തുകയും വളരെ ആദരപൂർവം കുന്തിദേവി ദുർവാസാവിനെ സ്വീകരിച്ച് പരിചരിക്കുകയും ചെയ്തു. പുരാണ കഥകൾ പലതും കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ദുർവാസാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. ശാപത്തിന് ഏറ്റവും പേരുകേട്ടവനായ ദുർവാസാവ് മനസ്സ് സംതൃപ്തിയുണ്ടായാൽ
അതേപോലെ അനുഗ്രഹത്തിനും പ്രശസ്തനാണ് ദുർവാസാവ്. അങ്ങനെ വളരെ ശ്രേയസ്കരമായ കുന്തിദേവിയുടെ പരിചരണം കണ്ട് സ്വഭാവശുദ്ധിയും കണ്ട് സംതൃപ്തനായ ദുർവാസാവ് ഇവളുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെ മനക്കണ്ണുകൾ കൊണ്ട് കാണുകയും ഇവളുടെ ഭാവി എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദുർവാസാവ് കുന്തിദേവിക്ക് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ കന്യകയെ, നിന്നെ ഞാനൊരു മന്ത്രം പഠിപ്പിക്കാം. ഈ മന്ത്രം വളരെ നല്ല രീതിയിൽ ശ്രവിച്ച് പഠിച്ചതിന് ശേഷം ആവശ്യമുണ്ടാകുന്ന സമയത്ത് ഏത് ദേവനെ നീ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നുവോ ആ സമയത്ത് ആ ദേവൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും ആ ദേവനിൽ നിന്ന് നിനക്ക് ഉണ്ണിയെ ലഭിക്കുകയും ചെയ്യും. ഇത് ഭാവിയിൽ നിനക്ക് അത്യാവശ്യമായി വരും എന്ന് പറഞ്ഞ് ആ മന്ത്രവും പറഞ്ഞു കൊടുത്ത് ദുർവാസാവ് അവിടെ നിന്ന് കടന്നു പോവുകയും കൗമാരപ്രായക്കാരിയായ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്നു കഴിയുന്നതിന് മുമ്പ് തന്നെ കുന്തിദേവി ദുർവാസാവ് പറഞ്ഞു കൊടുത്ത ഈ മന്ത്രത്തെ അതിശ്രേഷ്ഠമായി ജപിച്ച് പഠിക്കുകയും ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ കുന്തിദേവിക്ക് ഒരു ആകാംക്ഷ, ഏതെങ്കിലും രീതിയിൽ ദുർവാസാവ് പറഞ്ഞ ഈ മന്ത്രം ഫലിക്കുന്നതാണോ, ഇത് യഥാർത്ഥമാവുമോ, കേവലം രാജകുമാരിയാണെങ്കിലും മനുഷ്യയായ എൻ്റെ മുന്നിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ദേവന്മാർ പ്രത്യക്ഷരാകുമോ, ഇതൊക്കെ സംഭവിക്കുന്നതാണോ എന്ന് കുന്തിദേവിക്ക് മനസ്സിൽ തോന്നുകയും എന്നാൽ ദുർവാസാവിനെ പോലെ ശ്രേഷ്ഠനായ ഒരു ഋഷി തനിക്ക് നൽകിയ ഈ അനുഗ്രഹം ഒരു കാരണവശാലും ഫലിക്കാതിരിക്കില്ല എന്ന് ചിന്തിക്കത്തക്ക പ്രാപ്തിയൊന്നും അക്കാലത്ത് കുന്തിദേവി എത്തിയിരുന്നതുമില്ല. എന്തായാലും മനസ്സിൽ കടന്ന ഈ ആഗ്രഹം ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് തീരുമാനിക്കുകയും ഒറ്റയ്ക്ക് തൻ്റെ അന്തഃപുരത്തിൽ ഇരിക്കുന്ന സമയത്ത് കുന്തിദേവി മനസ്സിൽ സൂര്യഭഗവാനെ നനച്ചുകൊണ്ട് ആ മന്ത്രം ജപിക്കുകയും അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ ആ അന്തഃപുരം സൂര്യപ്രഭ കൊണ്ട് നിറയുകയും ആ സൂര്യപ്രഭയിൽ കണ്ണ് മഞ്ഞളിച്ചുപോയ കുന്തിദേവി നോക്കി നിൽക്കുമ്പോൾ ആ പ്രഭയുടെ മധ്യഭാഗത്ത് സാക്ഷാൽ സൂര്യഭഗവാൻ പ്രത്യക്ഷമായി നിൽക്കുന്നത് കാണുകയും ചെയ്തു. സൂര്യഭഗവാനെ കണ്ട് അത്ഭുതപ്പെടുകയും അതിനോടൊപ്പം സൂര്യഭഗവാന്റെ കാൽക്കൽ വീണ് പ്രണമിച്ചതിന് ശേഷം താൻ ദുർവാസാവ് പറഞ്ഞ വാചകങ്ങൾ ഓർക്കുകയും വേവത് പൂണ്ട് കുന്തിദേവി വിറയ്ക്കുകയും ചെയ്തു. ഇത് കണ്ടു നിന്ന സൂര്യഭഗവാൻ കുന്തിദേവിയോടായി ചോദിച്ചു: എന്താ കന്യകയെ, നീ എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് എന്നെ കണ്ട നീ ഈ രീതിയിൽ വിറയ്ക്കുന്നതിന് കാരണമെന്താണ്? ഇത് കേട്ടുകഴിഞ്ഞ കുന്തിദേവി സൂര്യഭഗവാനോട് പറഞ്ഞു: അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന അങ്ങ് കേവലം കൗമാരപ്രായക്കാരിയായ എന്നോട് ക്ഷമിച്ചാലും ദുർവാസാവ് മഹർഷി എനിക്ക് തന്ന ഈ വരം, ഈ മന്ത്രം ഫലിക്കുന്നതാണോ എന്ന് പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ അങ്ങയെ ഓർത്ത് ഈ മന്ത്രം ജപിച്ചത്. കേവലം കന്യകയായ എൻ്റെ ചാബല്യത്തെ പുറത്ത് അങ്ങ് എന്നെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായാലും എന്ന്. ഇത് കേട്ടുകഴിഞ്ഞ സൂര്യഭഗവാൻ: അല്ലയോ കുന്തിദേവി, നീ എന്നെ ക്ഷണിച്ചു വരുത്തിയതാണ്. മാത്രവുമല്ല, മനുഷ്യരാൽ അസാധ്യമാകുന്ന എന്നെപ്പോലെ ഒരാളിൻ്റെ സാന്നിധ്യം ഒരിക്കലും അപ്രാപ്യമാണ്. അത് ദുർവാസാവിൻ്റെ അനുഗ്രഹത്താൽ നിനക്ക് സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഞാൻ ഈ നിമിഷം നിനക്കൊരു ഉണ്ണിയെ നൽകും. ആ ഉണ്ണി ജനിക്കുമ്പോൾ തന്നെ കുണ്ടലങ്ങളും കവചവും അണിഞ്ഞവനായിരിക്കും. അവൻ്റെ പ്രശസ്തി ഭാവിയിൽ നിനക്ക് മനസ്സിലാവും. എന്തായാലും നീ ഭയപ്പെടേണ്ടതില്ല. ഇത് കേട്ടുകഴിഞ്ഞ കുന്തിദേവി വീണ്ടും സൂര്യഭഗവാനോടായി പറഞ്ഞു: അല്ലയോ ഭഗവാനെ, ഞാൻ കന്യകയാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ. ഒരു കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ച് കഴിയുമ്പോൾ കന്യകാത്വം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, കന്യകാത്വം നഷ്ടപ്പെട്ട ഞാൻ എങ്ങനെയാണ് എൻ്റെ പിതാവിൻ്റെയും ഈ രാഷ്ട്ര നിവാസികളുടെയും രാജ്യത്തിലുള്ള മനുഷ്യരെയും എങ്ങനെ നോക്കും?
അത് അങ്ങ് ഓർക്കണം, എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് അപേക്ഷിച്ച കുന്തിദേവിയോടായി വീണ്ടും സൂര്യദേവൻ പറഞ്ഞു, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്നിൽ നിന്ന് നീ ഒരു ഉണ്ണിയെ സ്വീകരിച്ച് കഴിഞ്ഞാലും നിന്നിലെ കന്യകാത്വം ഒരിക്കലും മാറുന്നതല്ല. മാത്രവുമല്ല, എന്നിൽ നിന്ന് നീ സ്വീകരിക്കുന്ന ഉണ്ണിയെ നീ 10 മാസം ചുമന്ന് പ്രസവിക്കേണ്ടതില്ല. നാഴിക വിനാഴികകൾ കഴിയുമ്പോൾ ഇന്ന് തന്നെ നീ ഒരു ഉണ്ണിയേക്ക് ജന്മം നൽകും. അതുകൊണ്ട് നീ യാതൊരു കാരണവശാലും ഭയക്കേണ്ട എന്ന് പറഞ്ഞ് സൂര്യഭഗവാൻ കുന്തിദേവിയെ ഗാഠം പുണർന്ന് തന്നിലേക്ക് അടുപ്പിക്കുകയും നിമിഷങ്ങൾ കടന്നു പോവുകയും സൂര്യഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, നിമിഷങ്ങൾക്ക് ശേഷം തന്നെ കുന്തിദേവി സൂര്യഭഗവാൻ പറഞ്ഞതുപോലെ അതിശ്രേഷ്ഠവും കോമളവുമായ സൂര്യകാന്തിയോടുകൂടിയ ഒരു ഉണ്ണിയേക്ക് ജന്മം നൽകുകയും ജന്മം കൊണ്ട സമയത്ത് തന്നെ ഉണ്ണിയുടെ കർണങ്ങളിൽ അതിമനോഹരമായ സൂര്യ തേജസ്, സൂര്യപ്രഭ ചൊരിയുന്ന കുണ്ടലങ്ങൾ കാണപ്പെടുകയും ആ ഉണ്ണിയുടെ ശരീരത്തിൽ കവചമുണ്ടായിരിക്കുകയും ചെയ്തു. ആദ്യം ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നോക്കിയിരുന്ന കുന്തിദേവി വീണ്ടും അവൾക്ക് നേരത്തെ പോലെ ഭയമുളവായി. എന്താ ഞാൻ ഈ ഉണ്ണിയെ ചെയ്യേണ്ടത്? അവിവാഹിതയായ കന്യകയായ ഞാൻ ഒരു ഉണ്ണിയെ പ്രസവിച്ചു എന്ന് ലോകമറിഞ്ഞാൽ എനിക്കും എൻ്റെ പരമ്പരയ്ക്കും ഈ കൊട്ടാരത്തിനും ഉണ്ടാകുന്ന അപവാദത്തെക്കുറിച്ച് ഓർത്ത് കുന്തിദേവി ഭയവിഹ്വലയായി. അല്പനേരം ചിന്തിച്ചതിന് ശേഷം തൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരു തോഴിയെ കൂടെ കൂട്ടി അവളോട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയും അവളുടെയും കൂടെ നിർദ്ദേശപ്രകാരം ഒരു പേടകമുണ്ടാക്കി ഈ പേടകത്തിനകത്ത് ഉണ്ണിയെ ഇറക്കി പേടകമടച്ച് നദിയിലേക്ക് ഒഴുക്കി വിട്ടു. നദിയിലൂടെ ആ നദിയിൽ പ്രഭാത സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്നും കുളിച്ച് സൂര്യഭഗവാനെ ഭജിക്കുമായിരുന്ന അധിരഥൻ എന്ന തേരാളി നദിയിൽ അന്നും പതിവ് പോലെ കുളിച്ച് ജലമെടുത്ത് സൂര്യനെ പ്രണമിച്ച് ഭാസ്കര മന്ത്രം ജപിച്ച് ജലം നദിയിലേക്ക് ഒഴിച്ച് മുന്നിൽ നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ ഒഴുകി വന്നിരിക്കുന്ന ഒരു പേടകം. ഈ പേടകത്തിൽ എന്താണ് എന്നറിയാനുള്ള അത്ഭുതത്താൽ പെട്ടെന്ന് അതിരഥൻ പേടകം തുറന്നു നോക്കുകയും അതിൽ അതിമനോഹരമായ സൂര്യ തേജസ്സോട് കൂടിയ ഒരു ഉണ്ണിയെ കാണുകയും ആ ഉണ്ണിയുടെ കർണങ്ങളിൽ അതിമനോഹരമായ 2 സൂര്യന്മാർ ജ്വലിക്കുന്നത് പോലെയുള്ള കുണ്ടലങ്ങളും കവചവും കാണപ്പെടുകയും ചെയ്തു. സാക്ഷാൽ സൂര്യഭഗവാൻ ഉണ്ണികളില്ലാത്ത എനിക്ക് അദ്ദേഹത്തെ ജപിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം നൽകിയതാണ് എന്ന് വിശ്വസിച്ച് അതിരഥൻ ഈ ഉണ്ണിയുമായി സ്വന്തം വീട്ടിലെത്തുകയും വീട്ടിൽ തൻ്റെ ഭാര്യയായ രാധ, കുഞ്ഞുങ്ങളില്ലായിരുന്ന രാധ ഈ ഉണ്ണിയെ കണ്ട് വളരെയധികം സന്തോഷിച്ച് സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണിയെ കയ്യിൽ വാങ്ങി ഉണ്ണിയെ വളർത്തുകയും ചെയ്തു. ജനിച്ച സമയത്ത് തന്നെ കാതിൽ കുണ്ടലങ്ങളും കവചവും ഉണ്ടായിരുന്നാൽ ഇവന് സുശേഷണൻ എന്ന് പേര് നൽകുകയും രാധയുടെ പുത്രനായി വളർത്തിയതുകൊണ്ട് ഇവൾ എന്നെ രാധേയൻ എന്നറിയപ്പെടുകയും എന്നാൽ ഭാവിയിൽ ഈ രാധേയൻ കർണൻ എന്ന പേരിലാണ് അതിപ്രശസ്തനായത്. കർണൻ്റെ കഥകൾ മഹാഭാരത കഥയിൽ തുടർന്ന് പല ഭാഗത്തും പ്രതിപാദിക്കേണ്ടി വരും. തൽക്കാലം കർണൻ്റെ ഈ ജന്മത്തിന് ശേഷം വർഷങ്ങൾ വീണ്ടും കടന്നു പോവുകയും കുന്തിദേവിയെ ഈ ഉണ്ണിക്ക് ജന്മം നൽകിയ വിവരം തൻ്റെ വിശ്വസ്തയായ ഒരു തോഴി പോയിട്ട് ലോകത്താരും അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞതുമില്ല. അതിമനോഹരിയും കൂടുതൽ സുന്ദരിയുമായി തീർന്ന കുന്തിദേവിക്ക് കുന്തിഭോജൻ സ്വയംവരം നിശ്ചയിക്കുകയും ആ സ്വയംവര പന്തലിലെത്തിയ അനേകം രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ ഹസ്തനപുരിയിലെ അന്നത്തെ രാജാവായ പാണ്ഡുവും എത്തുകയും ശ്രേഷ്ഠനും
വില്ലാളിയുമായ പാണ്ഡുവിനെ കുന്തിദേവി മരണമാല്യം ചാർത്തി ഭർത്താവായി സ്വീകരിക്കുകയും ചെയ്തു. ഹസ്തിനപുരി കൊട്ടാരത്തിൽ നിന്ന് ഭീഷ്മരുടെ നേതൃത്വത്തിൽ പരിവാരങ്ങൾ സഹിതം വന്ന് കുന്തിഭോജൻ്റെ പുത്രിയെ വിവാഹം നടത്തി ഹസ്തിനപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിവിടെ നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.